സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രത്തിൽ നിന്ന് അടുത്ത നക്ഷത്രത്തിലേക്ക് ഏറ്റവും അടുത്ത നക്ഷത്രം 4.5 ലൈറ്റ് ഇയർ അകലെയാണ്. ലൈറ്റിന്റെ സ്പീഡിൽ പോയാൽ 4.5 വർഷം എടുക്കും. ഇത്രയും വലിയ പ്രപഞ്ചം ഉണ്ടാക്കിയവനാണ് ഈ പഴം ഉണ്ടാക്കിയ ദൈവത്തിനെയാണ് ഈ പഴം കൊടുത്ത് അണക്കുന്നത്. എന്തൊരു പേട്ട് ദൈവങ്ങളെയാണ് ഇവനൊക്കെ ആരാധിക്കുന്നത്. മനുഷ്യന്മാർക്ക് ഭ്രാന്ത് കൊണ്ട് പറയുന്നത്. യേശുക്രിസ്തുവൊക്കെ ഇങ്ങനെ ആടിനെ എടുത്താ നിൽക്കുന്നത്. ആടിന് വേണ്ടിയാണെന്ന് തോന്നുമല്ലോ. ലോകത്ത് ഏതെങ്കിലും നാട്ടിടയൻ ആടിനെ വളർത്തിയത് ആടിന് വേണ്ടിയാണോ? ചുണയുണ്ട്. ഞാൻ വിളിക്കുകയാണ് ഇവിടെ ഇരിക്കുന്ന ഈ പ്രപഞ്ചത്തിലുള്ള സകല ദൈവങ്ങളെയും എന്റെ കൂടെ ഒന്ന് കർപ്പിച്ച് കാണിക്കുക. ആളുകളെ ഉപയോഗിക്കാൻ വേണ്ടി, പേടിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഉമ്മാക്കിയാണ് ദൈവം. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു പുല്ല് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കടുവ വരുന്നു, ഒരു മാൻ വരുന്നു. ഏതിനെ കണ്ടാണ് ആ പുല്ല് പേടിക്കും? എല്ലാ ഭാര്യമാരും ഭർത്താവ് ആകുമ്പോൾ കരയുന്നത് കഴിഞ്ഞാൽ ഞാൻ നാളെ എങ്ങനെ ജീവിക്കുന്ന ആലോചിച്ചിട്ട് മാത്രമാ. മനുഷ്യരുണ്ടാക്കിയ ദൈവം അല്ലാതെ ലോകത്ത് ഏതെങ്കിലും പട്ടിയെ പൂച്ച് ഇതുവരെ അമ്പലത്തിൽ പോകുന്ന കണ്ടിട്ടുണ്ടോ? കുറെ അമ്പലങ്ങളൊക്കെ ഉണ്ടാക്കി എന്നാൽ അവർക്ക് ആർക്കും ഉത്തരവാദിത്വം ഇല്ലേ ഉണ്ടാക്കിയ സ്രഷ്ടാവിനോട്? ഇതൊക്കെ ഇങ്ങനെ മനുഷ്യരുടെ കഥയല്ലേ ഇതൊക്കെ? സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് അവനവൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് ന്യായം ഇല്ലാതിരിക്കുമ്പോൾ ന്യായം പറയുന്ന സാധനമാണ് ദൈവവും വിധിയും. വിധി കാരണമാണ് ഭാഗ്യം കൊണ്ട് നല്ല ഭർത്താവിനെ കിട്ടുമെന്ന് പഠിപ്പിക്കണ്ടേ? ഇതിനാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. എന്റെ ഉത്തരവാദിത്വം കൊണ്ടല്ല, നക്ഷത്രം തെറ്റിച്ച് നിന്നുകൊണ്ടാണ് കുഴപ്പം വന്നതെന്ന് കണ്ടുപിടിക്കാനാണ് അതൊക്കെ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇത്ര വിശ്വാസികളായ ആൾക്കാര് എന്തുകൊണ്ടാണ് റോഡിൽ ഇറങ്ങുമ്പോൾ തെക്കോട്ട് മടക്കോട്ട് നോക്കുന്നത്? വണ്ടി ഇടിക്കുമെന്ന്. ഇവിടെ വിശ്വാസമുള്ളവനെ നടന്ന വണ്ടി ഇടിക്കണ്ടല്ലേ? ഇതൊക്കെ നമ്മൾ ഇങ്ങനെ കാണുന്നത്. ഇതൊക്കെ ചുമ്മാ അസംബന്ധം പിടിച്ച് മനുഷ്യന്മാരെ നിയന്ത്രിക്കാൻ വേണ്ടി ദൈവമേളിലിരുന്ന് കണക്കെഴുതുന്നെന്ന് പഠിപ്പിച്ച് നിയന്ത്രിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ലേ ഈ ദൈവത്തിനെ? CCTV ക്യാമറയാണ് ദൈവം. ചിത്രഗുപ്തനോ അല്ലെങ്കിൽ വേറൊരുത്തനോ അവിടെ കുത്തിയിരുന്ന് കണക്കെഴുതുമെന്ന് പഠിപ്പിക്കത്തില്ലേ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും? ഇത് പണ്ട് കാലത്ത് ആളുകളെ നിയന്ത്രിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ദൈവമാണത്. എന്റെ ഈ പൂടെ കറപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവം ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ചുണയുണ്ട്. ഞാൻ വിളിക്കുകയാണ് ഇവിടെ ഇരിക്കുന്ന ഈ പ്രപഞ്ചത്തിലുള്ള സകല ദൈവങ്ങളെയും എന്റെ പൂടെ ഒന്ന് കറപ്പിച്ച് കാണിക്കുക. അതൊക്കെ മനുഷ്യനെ നിയന്ത്രിക്കാൻ വേണ്ടി മേളില് ഒരുത്തനിരുന്ന് നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആളുകൾ പേടിക്കും. അതുകൊണ്ടാണ് എല്ലാവരും മേളോട്ട് നോക്കുന്നത്. മേളിൽ ഈ പ്രപഞ്ചത്തിന് മേളും താഴെയൊന്നും ഇല്ല. നിങ്ങൾ മേപ്പോട്ട് പോയി ചന്ദ്രനിൽ പോയി നിന്ന് നോക്കിയാൽ ഭൂമി മേളിലാണ് നിൽക്കുന്നത്. കാല് താഴെയാണെന്ന് നമ്മൾ വിചാരിക്കുന്നതുകൊണ്ടാണ്. അല്ലാതെ മേളും താഴെയൊന്നും ഉള്ള പ്രപഞ്ചമല്ല ഇത്. മേളിലോട്ട് നോക്കിയാൽ നമ്മൾ ആകാശത്താണ് ഇരിക്കുന്നത്. ഭൂമി ആകാശത്തായിരിക്കുന്നത്, ആകാശം മേളിലല്ല. നമ്മൾ ഇതൊക്കെയാണ് മനസ്സിലാക്കുന്നത്. അല്ലാതെ ആകാശത്താണ് നമ്മൾ കസേരയിട്ട് ഇരിക്കുമ്പോ ആകാശത്തായി ഇരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കി ഇതൊന്നും അറിയാതെ ഇതുപോലുള്ള കഥകള് ശുദ്ധ അസംബന്ധം പിടിച്ച പഴഞ്ചന്മാരുണ്ടാക്കിയ ഈ കഥകളെല്ലാം വായിച്ചിട്ട് അതൊക്കെയാണ് വിശ്വാസമായിട്ട് കൊണ്ടുകിടന്നത്. നമ്മൾ എന്ത് പറയും? നിങ്ങൾ തന്നെ ആലോചിക്കുക. ആളുകളെ ഉപയോഗിക്കാൻ വേണ്ടി, പേടിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഉമ്മാക്കിയാണ് ദൈവം. നിന്നെ കൈകാര്യം ചെയ്യും. ചത്തു കഴിഞ്ഞാൽ തീയിലിട്ട് പൊരിക്കും എന്ന് പഠിപ്പിച്ചാൽ മര്യാദയോടെ ഇരിക്കും. അത്രേ ഉള്ളൂ. ഞാനെന്താ പറയുന്നത്? എന്നെ നിങ്ങളെയൊക്കെ ദൈവം ഉണ്ടാക്കിയെന്നാണല്ലോ പറയുന്നത്. എന്നാ ഞാനിങ്ങനെ മിണ്ടുന്ന നേരത്തിന് എന്തിനാണ് ഈ വിവരമുള്ള ദൈവം ഉണ്ടാക്കുന്നത്? അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലയോ ഞാൻ ഉണ്ടാകുന്നെന്ന് പറയുന്നത്. വിവരമുള്ള ഒരു ദൈവത്തിനെ ഉണ്ടാക്കിയതിൽ നിന്ന് കണ്ടെത്താൻ പറ്റത്തില്ല. ഒന്നൊന്നിനെ തിന്നുന്ന തരത്തിൽ കണ്ടുപിടിക്കുവോ വിവരമുള്ള ഒരുത്തനാണെങ്കിൽ? വെറുതെ ഒന്ന് ആലോചിച്ചു. വിവരമുള്ള ഒരു ദൈവം സർവജ്ഞനാണെന്നാണല്ലോ പറയുന്നത്. ഒന്നിനെ തിന്നുന്ന തരത്തിൽ ലോകത്ത് ഉണ്ടാവുമോ? പുല്ല് തിന്നുന്ന ആടിനെ കാണാം. ആ പുല്ല് വളരുന്ന പുല്ലിന് വേണ്ടിയാണ്, അല്ലാതെ ഈ ആട് തിന്നാനല്ല. ആടിനെ തിന്നുന്ന ഈ ആട്ടിടയന്മാര്, യേശുക്രിസ്തുവൊക്കെ ഇങ്ങനെ ആടിനെ എടുത്താ നിൽക്കുന്നത്. ആടിന് വേണ്ടിയാണെന്ന് തോന്നുമല്ലോ. ലോകത്ത് ഏതെങ്കിലും ആട്ടിടയൻ ആടിനെ വളർത്തിയത് ആടിന് വേണ്ടിയാണോ? ഇതൊക്കെ നമ്മളിങ്ങനെ പുത്തനൊക്കെ ഇങ്ങനെ ആടിനെ കൊണ്ട് നടക്കുന്നതാണ്. നിഷ്കളങ്കമായി ഈ സകലതിനെ തലയടിക്കുന്ന ഈ ആടിനെ പറ്റിയാണ് പറയുന്നത് നിഷ്കളങ്ക ജീവി. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു പുല്ല് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കടുവ വരുന്നു, ഒരു മാൻ വരുന്നു. ഏതിനെ കണ്ടാണ് ആ പുല്ല് പേടിക്കും? കടുവ പാവം ദൈവം പോകുന്നെന്ന് പറയത്തില്ലേ? അതുകൊണ്ടാണ് ആരുടെ വശത്തു നിന്ന് കാണുന്നു എന്നുള്ളതാണ്. യേശുക്രിസ്തു പറയത്തില്ലേ, നിന്നെ ഞാൻ മീനെ പിടിക്കുന്നതല്ല മനുഷ്യനെ പിടിക്കാൻ പഠിപ്പിക്കുക എന്ന് പറയത്തില്ലേ? ഈ മീനൊക്കെ അവിടെ നമുക്ക് പിടിക്കാൻ വേണ്ടി നിൽക്കുകയാണോ? എല്ലാം ദൈവം സൃഷ്ടിച്ച് നമുക്ക് ഇങ്ങനെ തന്നു എന്ന് പറഞ്ഞ കഥ പറയും. അതിനോടൊക്കെ മര്യാദക്ക് പെരുമാറുന്ന ഒരു മനുഷ്യനുണ്ടോ? കുതിരയുടെ പുറത്ത് കയറി നമ്മൾ പോകുമ്പോൾ കുതിരയ്ക്ക് ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറയുന്നത്. ഇയാളെ നിങ്ങളുടെ മേളിൽ കയറി ഇരുന്നിട്ട് ഞാനിങ്ങനെ പോയാൽ ഭയങ്കര ഇഷ്ടമല്ലേ? ഇവിടുത്തെ ആനപ്രേമികളെ പോലെയാണ്. ആനയ്ക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പാപ്പാനോട്. കരയുമൊക്കെ ചെയ്യുമെന്നാണ്.
എന്ത് കഥ വേണേ പറയും. എല്ലാ ഭാര്യമാരും ഭർത്താവ് കരയുന്നത് കഴിഞ്ഞാൽ ഞാൻ നാളെ എങ്ങനെ ജീവിക്കുന്ന ആലോചിച്ചിട്ട് മാത്രമാ, അല്ലാതെ അയാളോട് സ്നേഹം കൊണ്ടായിട്ടൊന്നും അല്ല. നാളെ ഞാൻ എങ്ങനെ ജീവിക്കാൻ പറ്റാത്ത തരത്തിലാക്കിയത് കൊണ്ടാണ്. അല്ലാത്തൊരു കരയേണ്ട ആവശ്യം എന്താ? കാരണം സ്വർഗത്തിൽ പോയ ആളല്ലേ. നമ്മളുടെ വീട്ടിലുള്ളവരെല്ലാവരും സ്വർഗത്തിലല്ലേ പോന്നെ, നരകത്തിൽ പോവോ? സ്വർഗത്തിൽ പോയതിനെ പറ്റി നമ്മൾ നിന്നെ കരയേണ്ട ആവശ്യം? ഗൾഫിൽ ജോലിക്ക് പോകുമ്പോൾ ഇവിടെ പെണ്ണുങ്ങൾ നിന്ന് കരയുന്നതാണ് കാര്യം. എന്നാ തിരിച്ചു വരുമെന്ന് അറിഞ്ഞൂടാ. ഇപ്പൊ എല്ലാവർക്കും അറിയാം, ഇപ്പൊ ആരും കരയത്തില്ല. അത്രേ ഉള്ളു. സ്വർഗത്തിൽ പോയി അപ്പം അയലത്തുള്ള അതിന്റെ മോൻ പോകണമെന്നുണ്ടെങ്കിൽ നരകം വേണം. അതുകൊണ്ടാണ് നമുക്ക് നരകവും വേണ്ടത്. അതിനല്ലേ നമ്മുടെ ശത്രുക്കളെല്ലാം നരകത്തിൽ പോകണം, മിത്രങ്ങളെല്ലാം സ്വർഗത്തിൽ പോകണം. ഇത് ഇങ്ങനെയല്ലേ ഇത് ചെയ്യുന്നത്? പിന്നെ സ്വർഗത്തിൽ പോകുമ്പോൾ എന്തിനാ കരയുന്നത്? എല്ലാവരും ദൈവവിശ്വാസം, ദൈവത്തിനടുത്തേക്ക് എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു എന്ന് പാട്ടൊക്കെ പാടത്തിൽ അങ്ങനെ പാടി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നിങ്ങളുടെ കരയുന്നേ? മരിച്ചാൽ സ്വർഗത്തിൽ പോകാനായിട്ട് മുഴുവൻ പേരും പ്രാർത്ഥിച്ചിരിക്കുകയല്ലേ. എനിക്കാണെങ്കിൽ ഒരു പേടിയും വേണ്ട, കാരണം ഈ രണ്ടിടത്തും എടുക്കത്തില്ല, എന്നെ കയറ്റാൻ ആക്കത്തില്ല. നമ്മൾ വെറുതെ ഈ മനുഷ്യന്മാരുണ്ടാക്കുന്ന കഥകളല്ലാതെ ഈ ഒരു നക്ഷത്രവും മറ്റൊരു നക്ഷത്രവും, സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രത്തിൽ നിന്ന് അടുത്ത നക്ഷത്രത്തിലേക്ക് ഏറ്റവും അടുത്ത നക്ഷത്രം 4.5 ലൈറ്റ് ഇയർ അകലെയാണ്. സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ നീള സ്പീഡിലാണ് പോകുന്നത്. 1,86,000 മൈൽ. അല്ലെങ്കിൽ ഇത്രയും അകലത്തിലായി നിൽക്കുന്ന പറഞ്ഞാൽ ലൈറ്റിന്റെ സ്പീഡിൽ പോയാൽ 4.5 വർഷം എടുക്കും ആദ്യത്തെ നക്ഷത്രം. അത്രയും അകലത്തിലാണ് ഏറ്റവും അടുത്ത നക്ഷത്രം നിൽക്കുന്നത്. ഈ നക്ഷത്രങ്ങൾ, ഇതുപോലത്തെ നക്ഷത്രങ്ങളെല്ലാം ഉള്ള കോടിക്കണക്കിന് നക്ഷത്രം ഉള്ളതിനെയാണ് നമ്മൾ ഈ പറയുന്ന ക്ഷീരപഥം എന്ന് നമ്മൾ പറയുന്ന ഗാലക്സിയെ പറ്റി പറയുന്നത്. തൊട്ടടുത്ത ഗാലക്സി എന്ന് പറയുന്നത് ആൻഡ്രോമീഡ ഗാലക്സിയാണ്. ഈ 2 ഗാലക്സികളും ലക്ഷക്കണക്കിന് മൈലുകൾക്ക് അകലെയാണ്. മൈലെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഈ ലൈറ്റ് ഇയർ അകലെയാണ്. ഇതല്ല ഇത്. എന്നിട്ട് നമ്മൾ ടെലിസ്കോപ്പ് ഉണ്ടാക്കിയപ്പോഴോ എണ്ണി തീരാൻ വയ്യാത്ത അത്രയും ഗാലക്സികളുണ്ടായി. ഇത്രയും വലിയ പ്രപഞ്ചം ഉണ്ടാക്കിയവനാണ് ഈ പഴം ഉണ്ടാക്കിയ ദൈവത്തിനെയാണ് ഈ പഴം കൊടുത്ത് അണക്കുന്നത്. ഞാൻ രാവിലെ ഇട്ടിട്ട് പാട്ടൊക്കെ പാടിയിട്ട് ഈ ഇത്രയും നക്ഷത്രമൊക്കെ ഉണ്ടാക്കിയ എന്തൊരു പേട്ട് ദൈവങ്ങളെയാണ് ഇവനൊക്കെ ആരാധിക്കുന്നത്. ചോദിന് ഗുരുവായൂരപ്പന്, ശബരിമല ചാത്താവെന്നൊക്കെ ഇത് 2 പഴം കൊടുത്ത് അണക്കാൻ പറ്റുന്ന ഈ നക്ഷത്രമൊക്കെ ഉണ്ടാക്കിയ ദൈവത്തിനെ പറ്റിയൊക്കെ മനുഷ്യന്മാർക്ക് ഭ്രാന്ത് കൊണ്ട് പറയുന്നതല്ലേ. അല്ലാതെ എങ്ങനെ പറ്റും? നിങ്ങൾ തന്നെ ആലോചിക്കുക. അപമാനം വേണ്ടേ? എടാ, ഇവരുടെയൊക്കെ ഇമാജിനേഷന് പോലും കൊള്ളത്തില്ലല്ലോ. ഈ പ്രപഞ്ചത്തിനെ ഉണ്ടാക്കിയ ഒരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ ഞാൻ പാട്ട് പാടി അണക്കി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അസാമാന്യമായ വിവരക്കേട് വേണം, അല്ല വരുന്നത്. അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും അങ്ങനെ പറയണ്ട. ഈ ഇതുപോലുള്ള അസംബന്ധങ്ങൾ മുഴുവൻ പറഞ്ഞ് മനുഷ്യരെ കീഴടക്കി ഭരിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ സിദ്ധാന്തങ്ങൾ മാത്രമാണ് അതൊക്കെ, അല്ല വേറെ ഒന്നുമില്ല. നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഉത്തരവാദിത്തത്തോടെ ജീവിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും കഴിയുന്ന നിലവാരത്തിൽ അവനവന്റെ ജീവിതത്തിനകത്തെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന പൗരരാകുക എന്നുള്ളതാണ്. അല്ലാതെ രാവിലെ എഴുന്നേറ്റ് രക്ഷിക്കണേ ദൈവമേ എന്നൊക്കെ പറഞ്ഞിരിക്കുകയൊന്നുമല്ല. അതൊക്കെ പണ്ടത്തെ ബുദ്ധിയില്ലാത്തവന്മാർ ചെയ്ത പണിയാണ്. ഇന്ന് ഈ ലോകത്തിനെ പറ്റിയും ഈ ഇരിക്കുന്ന നമ്മളിപ്പോൾ ഈ ചെയ്തും പറഞ്ഞു ഇരിക്കുന്ന ഒരൊറ്റ സാധനം, ഒരു ഭഗവത്ഗീതയും ഉത്തരം തരുന്നതല്ല. ഈ ക്യാമറ എങ്ങനെ ഉണ്ടാക്കണമെന്ന്, ഈ ടെലിവിഷൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമ്മൾ രണ്ടുപേരും പറയുന്നത് ലോകത്തുള്ള മനുഷ്യർ കേൾക്കണമെന്ന് പറയുന്നതൊന്നും ഒരു ഖുർആനകത്തൊന്നും കിട്ടത്തില്ല, ഒരു ബൈബിളിനകത്തൊന്നും ഈ അറിവൊന്നും കിട്ടത്തില്ല. ഇത് മനുഷ്യൻ ഉണ്ടാക്കിയ ഈ ചുറ്റുപാടിനെ അനുകൂലമാക്കി എങ്ങനെ ഇണക്കാൻ പറ്റുമെന്ന അറിവിനെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അത് പഠിക്കാനാണ് പോകേണ്ടത്. അല്ല രാവിലെ സർവ്വമത പ്രാർത്ഥന ചെയ്ത് സ്കൂളിൽ പിള്ളേരെ കൊണ്ടുപോയാൽ അതുങ്ങളെല്ലാം കഞ്ചാവ് വലിക്കുന്നവരായിട്ട് മാറും.